ചെറിയൊരു ബഡ്ജറ്റിന് വലിയൊരു ഐറ്റം കൊണ്ടുവന്നിരിക്കുകയാണ് പോക്കോ. അതാണ് പോക്കോ M7 Plus. അവരുടെ ബഡ്ജറ്റ് സീരീസിലേക്ക് വന്നിട്ടുള്ള ഒരു പുതിയ ആഡ് ഓൺ ആണ്. എന്നാൽ സീരിയസ് സ്പെക്സ് ആണ് ഈ ഒരു മൊബൈലിലുള്ളത്. മാസീവ് ഡിസ്പ്ലേ, ജൈജാന്റിക് ബാറ്ററി, യുണീക് ഡിസൈൻ എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടേ പോവാം. അതെല്ലാം നമ്മുടെ 5 minutes റിവ്യൂയിലൂടെ ഞാൻ പറയുന്നുണ്ടാവും. ഞാൻ അക്കു. വെൽക്കം ടു അക്കൂസ് വ്യൂ. ഡിസൈനിലേക്ക് വരികയാണെങ്കിൽ അത്യാവശ്യം വലിയ ഫോണാണ്. 216 grams വരുന്നുണ്ട്. സ്ലൈറ്റ്ലി ഹെവി ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ടാവും. എന്നാൽ ഡിസൈൻ വളരെ യൂണീക്ക് ആണ്. ആ ഫ്ലാറ്റ് സ്ക്രീൻ വിത്ത് ബ്ലൂ എസൻസ് ഓൺ സൈഡ് ആൻഡ് ടോപ്പിൽ റെഡ്, ദെൻ ആ ലൈൻസ്, ആ ബ്രാൻഡിങ്, ഇതെല്ലാം കാണാൻ തന്നെ ഒരു പ്രീമിയം ഫീൽ കിട്ടുന്നുണ്ട് ഈ ഒരു കാറ്റഗറിയിൽ. മോണോ സ്പീക്കർ ആണ് വരുന്നത്. IR ബ്ലാസ്റ്റർ ഉണ്ട് ആൻഡ് IP54 ആൻഡ് 64 റേറ്റിംഗ് വരുന്നുണ്ട്. സോ ഡസ്റ്റ് ആൻഡ് വാട്ടർ റെസിസ്റ്റന്റ് കൂടെയാണ്. ദെൻ ഇത് 3 കളേഴ്സിൽ അവൈലബിൾ ആണ്. ക്രോം സിൽവർ, കാർബൺ ബ്ലാക്ക് ആൻഡ് അക്വാ ബ്ലൂ. അഡീഷണലി പ്രൊട്ടക്ഷന് വേണ്ടി പാൻഡ ഗ്ലാസ് വരുന്നുണ്ട്. സോ ഓവറോൾ ഡിസൈൻ്റെ റേറ്റിംഗ് 8 out of 10. ദെൻ കമ്മിങ് ടു ഡിസ്പ്ലേ, അത്യാവശ്യം വലിയ ഡിസ്പ്ലേ തന്നെയാണ്. 6.9 inch IPS LCD ഡിസ്പ്ലേ വിത്ത് 144 Hz റിഫ്രഷ് റേറ്റ് ഇൻ ഗെയിമിംഗ് ആൻഡ് 120 Hz റിഫ്രഷ് റേറ്റ് ഇൻ ജനറൽ യൂസ്. ദെൻ ഇതിന്റെ ഹൈ ബ്രൈറ്റ്നസ് വരുന്നത് 850 nits ആണ്. അത്യാവശ്യം ഡീസന്റ് തന്നെയാണ്. ദെൻ ലാർജ് ബെസൽസ് ആണെങ്കിലും അത്യാവശ്യം സ്മൂത്ത് ആയിട്ടുള്ള വ്യൂയിങ് എക്സ്പീരിയൻസ് തന്നെയാണ് കിട്ടുന്നത്. AMOLED ഡിസ്പ്ലേ അല്ലെങ്കിലും ബിഗ്, ബ്രൈറ്റ് ആൻഡ് ഫ്ലൂയിഡ് തന്നെയാണ് ഡിസ്പ്ലേ. സോ ഡിസ്പ്ലേന്റെ റേറ്റിംഗ് 8.5 out of 10. ദെൻ കമ്മിങ് ടു പെർഫോമൻസ്, പോക്കോ M7 Plus വരുന്നത് സ്നാപ്ഡ്രാഗൺ 6S Gen 3 പ്രൊസസറോട് കൂടിയാണ്. അപ് ടു 8GB LPDDR4X RAM വിത്ത് UFS 2.2 സ്റ്റോറേജും വരുന്നുണ്ട്. കാഷ്വൽ ഗെയിംസിലെല്ലാം ഓക്കെ ആയിരിക്കും. ഹെവി ഗെയിംസ് ലോ സെറ്റിംഗ്സിൽ കളിക്കാം. ദെൻ ഇതിന്റെ ആന്റിറ്റ്യൂഡ് സ്കോർ വരുന്നത് 450K ആണ്. ഈ ഒരു സെഗ്മെന്റിൽ ഡീസന്റ് തന്നെയാണ്. സോ പെർഫോമൻസ് വൈസ് 7.5 out of 10. ദെൻ ബാറ്ററിയിലേക്ക് വരികയാണെങ്കിൽ ഇവിടെയാണ് പോക്കോ M7 Plus ഷൈൻ ചെയ്യുന്നത്. 7000 mAh ബാറ്ററി വിത്ത് 33 watts ചാർജിംഗ് ആണ് വരുന്നത്. നിങ്ങൾക്ക് ഒരു 12 to 15 hours സ്ക്രീൻ ഓൺ ടൈം കിട്ടുന്നുണ്ടാവും. ആൻഡ് ഇതിൽ റിവേഴ്സ് ചാർജിങ്ങും ഉണ്ട്. സോ ഈ മാസീവ് ബാറ്ററിക്ക് വേണ്ടി തന്നെ നമുക്ക് ബാറ്ററി സെഗ്മെന്റിൽ 10 out of 10 തന്നെ കൊടുക്കാം. ദെൻ ക്യാമറയിലേക്ക് വരികയാണെങ്കിൽ 50MP പ്രൈമറി സെൻസർ കിട്ടുന്നുണ്ടാവും, ഡെപ്ത് സെൻസർ കിട്ടുന്നുണ്ടാവും ആൻഡ് 8MP സെൽഫി ഷൂട്ടർ. വീഡിയോയിലേക്ക് വരികയാണെങ്കിൽ ഫുൾ HD 30 FPS റെക്കോർഡ് ചെയ്യാം. ഫോട്ടോ ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ അൾട്രാ HD മോഡ്, നൈറ്റ് മോഡ്, പോർട്രേറ്റ്, ടൈം ലാപ്സ് ആൻഡ് AI ഫീച്ചേഴ്സ് ലൈക്ക് ഡൈനാമിക് ഷോട്ട്, സ്കൈ റിപ്ലേസ്മെന്റ്, AI ഇറേസർ ആൻഡ് 1x 2x സൂം ഇൻ, 50MP സെൻസർ, കളേഴ്സ് ആൻഡ് സ്കിൻ ടോൺസ് എല്ലാം ബാലൻസ്ഡ് ആണ്. സോ ഈ ഒരു ബഡ്ജറ്റിൽ ഡീസന്റ് ആണ് എന്ന് തന്നെ പറയാം. ഫോട്ടോ ക്വാളിറ്റി, AI ഫീച്ചേഴ്സ് എല്ലാം വെച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് ക്യാമറയ്ക്ക് 7.5 out of 10 കൊടുക്കാം. ദെൻ സോഫ്റ്റ്വെയർ ആൻഡ് UIയിലേക്ക് വരികയാണെങ്കിൽ HyperOS 2.0 ബേസ്ഡ് ഓൺ Android 15 ആണ് വരുന്നത്. 2 years of major update and 4 years of security patches ആണ് പോക്കോ പ്രോമിസ് ചെയ്യുന്നത്. UI സ്മൂത്ത് ആണ്. അതുപോലെ തന്നെ പോക്കോ ഡയലർ വരുന്നുണ്ട്. സോ നിങ്ങൾക്ക് കോൾ റെക്കോർഡിംഗ് അനൗൺസ്മെന്റ് ഇല്ലാതെ കോൾ റെക്കോർഡ് ചെയ്യാം. ദെൻ ഡ്യുവൽ ബാൻഡ് വൈഫൈ സപ്പോർട്ട് ഉണ്ട്. ബ്ലൂടൂത്ത് 5.1 ആൻഡ് ഓൾ 5G ബാൻഡ്സ്. NFC ഇല്ല, അതേപോലെ ഗൈറോസ്കോപ്പും ഇല്ല. സോ സോഫ്റ്റ്വെയർ വൈസ് ക്ലീൻ എക്സ്പീരിയൻസ്, നല്ല അപ്ഡേറ്റ് പോളിസി, എന്നാൽ കണക്ടിവിറ്റിയിൽ കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ട്. സോ 7 out of 10. സോ ഫൈനൽ തോട്ട്സ്, പോക്കോ M7 Plus നല്ല വലിയ ഡിസ്പ്ലേ ഉള്ള, മോൺസ്റ്റർ ബാറ്ററി ആൻഡ് യൂണീക് ഡിസൈൻ ഉള്ള ഒരു അടിപൊളി ഫോൺ തന്നെയാണ് ഈ ഒരു ബഡ്ജറ്റിൽ. 6GB റാം വേരിയന്റിന് 14,000ഉം 8GB റാം വേരിയന്റിന് 15,000ഉം ആണ് വരുന്നത്. നിങ്ങൾക്ക് സ്മൂത്ത് ഡേ ടു ഡേ ലൈഫിന് യൂസ് ചെയ്യാൻ പറ്റിയ ലോങ് ലാസ്റ്റിംഗ് ബാറ്ററി ഫോൺ വേണമെങ്കിൽ ഈ ഫോൺ കണ്ണും പൂട്ടി എടുക്കാം. ദെൻ ഓവറോൾ റേറ്റിംഗ് 8 out of 10 ഈ ഒരു ബഡ്ജറ്റിന്. സോ ഇതുപോലെ 5 minutes റിവ്യൂ നിങ്ങൾക്ക് ഇനിയും വേണമെങ്കിൽ ഇപ്പൊ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് അടുത്തായിട്ട് ഏത് ഫോണിന്റെ റിവ്യൂ ആണ് വേണ്ടതെന്ന് കമന്റ് ചെയ്യൂ. So see you soon with my next video. Bye for now.